അമ്മാവനും അമ്മായി എന്നോട് മര്യാദയ്ക്ക് പറഞ്ഞതാ. ആ കുടുംബം ശരിയല്ല, ഈ കല്യാണം നടത്തരുതെന്ന്. അന്ന് ആരും അത് കേട്ടില്ല. അതിന്റെ ആയിപ്പോയി അനുഭവിക്കേണ്ടി വരുന്നത്. അതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? എന്റെ വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായതിന് എന്നെ എന്തിനാ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത്? അതെ, നമ്മളെ പോലെ തന്നെയല്ല അശ്യം കാര്യങ്ങൾ അറിഞ്ഞത്. അപ്പൊ പിന്നെ ഇവിടെ ഇട്ട് കുത്തി പറഞ്ഞു വേദനിപ്പിക്കുന്ന എന്തിനാ? അതെന്താ പൃഥ്വി നീ അങ്ങനെ പറഞ്ഞത്? അഷിതയുടെ വീട്ടുകാരുടെ കാര്യം ഇവളോടല്ലാതെ ആരോടാ ചോദിക്കേണ്ടത്? എന്റെ മകൻ ഇപ്പൊ ഭാര്യയുടെ സങ്കടം മാത്രമേ കാണുന്നുള്ളൂ നീരജ്. നമ്മൾ ആരും പറയുന്നൊന്നും അവന് മനസ്സിലാവില്ല. ഈ ചെറിയ സമയം കൊണ്ട് ഇവനെ ഇങ്ങനെ ആക്കി എടുക്കാൻ ചിലർക്ക് സാധിച്ചു. അതൊരു വലിയ കഴിവ് തന്നെയാ. പ്ലീസ്, അമ്മ എന്താ ഉദ്ദേശിക്കുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ സമയത്ത് തന്നെ എന്നെ എന്തിനാ വേദനിപ്പിക്കുന്നത്? ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല ഷീ. നാണക്കേട് കാരണം പല്ലവി പോലും കോളേജിൽ പോകുന്നില്ല എന്ന് പറഞ്ഞിരിക്കുക. കല്യാണത്തിന് വന്ന അവളുടെ ഫ്രണ്ട്സ് എല്ലാം അഭിജിത്തിനെ കണ്ടതല്ലേ? എന്റെ പൊന്നു ചെറിയമ്മേ, ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാം സത്യമൊന്നുമല്ല. വീഡിയോ ഒരുപാട് വരുന്ന സമയം. അപ്പൊ ആ വീഡിയോയില് കണ്ടത് നിന്റെ അളിയനല്ലെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. സത്യം അറിയാതെ അഭിയെന്നല്ല ആരെയും കുറ്റപ്പെടുത്താൻ പാടില്ല. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പൃഥ്വി. എന്റെ വീട്ടുകാര് കാരണം സമാധാനത്തോടു കൂടി ജീവിക്കാൻ പറ്റുന്നില്ല. എന്റെ അവസ്ഥ ആരും മനസ്സിലാക്കുന്നുമില്ല. ഇതിനൊരു പരിഹാരം ഉണ്ടാവണം. അതിന് അഷിതയുടെ വീട്ടുകാരെ വിളിച്ചു വരുത്തി സംസാരിക്കുക തന്നെ വേണം. ചിറക്കൽ കുടുംബക്കാരെ ആളുകൾക്ക് അധികം അറിയില്ലായിരിക്കും. പക്ഷേ ഇന്ദ്രപ്രസ്ഥം വീട്ടിലെ ബന്ധുക്കൾ എന്ന നിലയ്ക്ക് അവരെ എല്ലാവർക്കും അറിയാം. ആ ഒരു ചിന്ത ആ വീട്ടിലെ എല്ലാവർക്കും ഉണ്ടാവണം. അതെ, വേറെ എന്ത് കാര്യമായാലും ഇനി എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ന്യായീകരിക്കാം. പക്ഷെ ഇതുപോലൊരു വൃത്തികെട്ട കാര്യത്തിന് ഒരു ന്യായീകരണവും പറ്റില്ല. എനിക്കൊരു മകളുള്ളതാ. അതുകൊണ്ട് ഇതുപോലത്തെ ഞരമ്പ് രോഗികൾക്ക് വേണ്ട ശിക്ഷ തന്നെ കിട്ടണം.